ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് കമ്മ്യൂണിക്കേഷനാണ്. പലരും ബുദ്ധിമുട്ടുന്നതും കമ്മ്യൂണിക്കേഷനിലാണ്. കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആശയവിനിമയം, അതായത് എൻ്റെ ഉള്ളിലെ ആശയം നിങ്ങളിലേക്ക് വിനിമയം ചെയ്യുന്നതിനാണ് നമ്മൾ ആശയവിനിമയം എന്ന് പറയുന്നത്. അതിന് ഉപയോഗിക്കുന്ന മീഡിയമാണ് ലാംഗ്വേജ് അല്ലെങ്കിൽ ഭാഷ. അപ്പം നമ്മൾ വളരെ സിമ്പിൾ ലാംഗ്വേജ് വേണം നമുക്ക് ഒരു കമ്മ്യൂണിക്കേഷന് നമ്മൾ ആദ്യം ഉപയോഗിക്കേണ്ടത്. കാര്യം ഞാൻ പറയുന്ന ഭാഷയെ നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ എങ്ങനെയായിരിക്കും ഞാൻ എൻ്റെ ആശയം നിങ്ങളിലേക്ക് വിനിമയം ചെയ്യുന്നത്? നമ്മളെ സംബന്ധിച്ചിടത്തോളം കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുമ്പോൾ നമ്മളെ ബുദ്ധിമുട്ടിക്കുന്ന കാര്യം നമ്മളെപ്പോഴും ഫ്ലവറി ലാംഗ്വേജിനെ പറ്റിയിട്ടാണ് ചിന്തിക്കുക. നമ്മൾ കമ്മ്യൂണിക്കേഷൻ പ്രോപ്പർ ആവണം, അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ ഈസി ആകണമെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യം നമ്മുടെ ലാംഗ്വേജ് സിമ്പിൾ ആക്കുക എന്നുള്ളതാണ്. രണ്ട്, നമ്മൾ വിനയം അല്ലെങ്കിൽ പൊളൈറ്റ് ആവുക എന്നുള്ളതാണ് നമ്മുടെ ലാംഗ്വേജ്. വിനയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സിമ്പിളായി നിങ്ങൾക്ക് തൊട്ടടുത്ത് നിൽക്കുന്ന ആൾക്കാരോട് നിങ്ങളുടെ സ്റ്റാൻഡ് ക്ലിയറായി പറയുകയും അയാളുടെ ഈഗോയെ ഹേർട്ട് ചെയ്യാതെ ഇരിക്കുന്നതിനാണ് നമുക്ക് വിനയം എന്ന് പറയുന്നത്. അതേസമയം വിനയത്തെ വിധേയത്വവുമായി നമ്മൾ തെറ്റിദ്ധരിക്കാറുണ്ട്. എന്താണ് വിധേയത്വം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ തൊട്ടടുത്തിരിക്കുന്ന ആള് എന്ത് വിചാരിക്കുമെന്ന് വിചാരിച്ചുകൊണ്ട് നമ്മൾ പലപ്പോഴും എസ് പറയേണ്ടടുത്ത് എസ് പറയാതിരിക്കുകയും നോ പറയേണ്ടത് നോ പറയാതെയും നമ്മൾ ഒഴിഞ്ഞു മാറിയ ഒരു ബഹുമാനം എന്ന ഒരു ഫേക്ക് ബഹുമാനം കാണിക്കുമ്പോഴാണ് അതിനെ എന്ത് ചെയ്യുന്നത് നമ്മൾ വിധേയത്വം എന്ന് പറയുന്നത്. കാര്യം നമ്മൾ കമ്മ്യൂണിക്കേഷൻ എപ്പോഴും വിനയമായിരിക്കണം. അതായത് തൊട്ട് ഫ്രണ്ടിൽ നിൽക്കുന്ന ആൾക്ക് ഈഗോ ഹേർട്ട് ചെയ്യരുത്, എന്നാൽ നമ്മൾ പറയേണ്ട സ്റ്റാൻഡ് വളരെ സിമ്പിൾ ലാംഗ്വേജ് ഫ്രണ്ടിലേക്ക് പോകാം. ഇത് രണ്ടും നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ കുറച്ചുകൂടെ എഫക്റ്റീവ് ആവും. ആൻഡ് അതുപോലെ തന്നെ മൂന്നാമത്തെ കാര്യം വൊക്കാബുലറിയാണ്. യൂസ് ചെയ്യുന്ന വാക്കുകൾ കഴിവതും നമ്മൾ പോസിറ്റീവ് വൊക്കാബുലറീസ് നമ്മൾ യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇപ്പോൾ ഒരു കാര്യത്തിനെ പറ്റി നമ്മൾ സംസാരിക്കുന്ന സമയത്ത് അത് നടക്കില്ല എന്ന് നമുക്ക് വേണമെങ്കിൽ ഒരാളുടെ അടുത്ത് മുഖത്തടിച്ച് പറയാം, അല്ലാതെ പരാജയപ്പെടും എന്ന് നമുക്ക് പറയാൻ പറ്റും. അതിനേക്കാളും നല്ലത് അത് വിജയിക്കാനുള്ള സാധ്യത കുറവാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാളെ ഹേർട്ട് ചെയ്യത്തില്ല, എന്നാൽ നമ്മൾ പറയേണ്ട സ്റ്റാൻഡ് ക്ലിയർ ചെയ്യുകയും ചെയ്തു. ഈ രീതിയിൽ നമ്മൾ വൊക്കാബുലറിയും പൊളൈറ്റ്നെസ്സും ലാംഗ്വേജും സിമ്പിൾ ആക്കി കഴിഞ്ഞാൽ നമ്മുടെ കമ്മ്യൂണിക്കേഷൻ സ്മൂത്ത് ആവും.